പണിക്കർ സാർ നമസ്കാരം. നമസ്കാരം. സാർ, വയനാട് ദുരന്തം. നമ്മുടെ വയനാടിൽ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് അതിനുശേഷം വളരെ വലിയ സംഭവവികാസങ്ങൾ കേരളത്തിലുണ്ടായി. എപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മുടെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ ദുരന്തം, നമ്മുടെ പ്രളയം ഉണ്ടായപ്പോഴായിരുന്നാലും ശരി തന്നെ, ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് പുറ്റിങ്ങൽ ദുരന്തം ഉണ്ടായപ്പോഴും ശരി തന്നെ, ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് എപ്പോഴും ഉള്ള പ്രധാനപ്പെട്ട വേറൊരു ആരോപണം എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള പണം കേരളത്തിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ആ ആരോപണം നടക്കുന്നുണ്ട്. ആ ആരോപണത്തിന്മേലാണ് ഇന്നത്തെ രാഷ്ട്രീയം ചുറ്റിത്തിരിയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേന്ദ്ര സർക്കാർ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന കത്ത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അയച്ചിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ അത് പൂഴ്ത്തി വെച്ചിരുന്നു എന്ന് പറയുന്നു. അത് പുറത്തുവിടാൻ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാത്തിരുന്നു എന്നും പറയുന്നു. പക്ഷെ കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാർ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് സഹായം തന്നിട്ടില്ല എന്ന് ആര് പറഞ്ഞു എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നത് അവഗണനയല്ലേ യഥാർത്ഥത്തിൽ? ഇത് ഒരു ദുരന്തമല്ല, ഒരുപാട് ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമ്പോഴെല്ലാം അതിനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ മടി കാണിക്കുന്നു. വേണ്ടത്ര ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കേരളത്തിനോട് ഒരു വേർതിരിവ് കാണിക്കുന്നു എന്ന് ഇവിടെയുള്ള ഭരണകൂടം പറയുന്നതിൽ എന്തൊക്കെയോ വസ്തുതയില്ലേ? അല്ല, അങ്ങനെ വസ്തുത ഉണ്ടെന്ന് തോന്നുന്നില്ല ധനുഷ്. അത് പറയുന്നതിന് ഉം, എനിക്ക് തോന്നുന്നൊരു 3-4 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഉം, ഒന്നാമത്തെ കാരണം, നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈ പ്രകൃതി ദുരന്തം, അതിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് ഒരു നിയമവും നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഇങ്ങനെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് NDRF, SDRF, അതിൻ്റെ ചട്ടങ്ങൾ, റൂളുകൾ, ഗൈഡ് ലൈനുകൾ ഇതൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിലൊരിടത്തും ഏതെങ്കിലും ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്വാഭാവിക ദുരന്തത്തിനെ നമുക്ക് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു രീതിയില്ല, അങ്ങനെ ഒരു പതിവില്ല, അങ്ങനെ ഒരു ചട്ടമില്ല, അങ്ങനെ ഒരു നിയമമില്ല. അപ്പോൾ ഇല്ലാത്ത ഒന്ന് ആ രീതിയിലത്തേക്ക് പ്രഖ്യാപിക്കണമെന്നാണ് നമ്മുടെ നാട്ടിൽ ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരാണെങ്കിലും BJP ഇതര കക്ഷികളാണെങ്കിലും അവർ സ്ഥിരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകണം എന്നാണ്. യെസ്. ഇതിലൊരു നല്ല ഉദാഹരണം പറയാൻ കഴിയുന്നത് 2ാം UPA സർക്കാരിൻ്റെ അവസാന കാലത്ത് 2013 അന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അന്ന് അദ്ദേഹം പാർലമെൻറ്റിൽ തന്നെ ഈ ഒരു കാര്യം പ്രഖ്യാപിച്ചതാണ്. അതായത് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഒരു ദേശീയ ദുരന്തം എന്ന രീതിയിലത്തേക്ക് ഒരു പ്രകൃതി ദുരന്തത്തിനെയും പ്രഖ്യാപിക്കാനായിട്ട് കഴിയില്ല, കാരണം അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ചട്ടങ്ങളും നമ്മുടെ നാട്ടിലില്ല എന്ന്. പിന്നെ എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുക എന്നതുമായി ബന്ധപ്പെട്ട് വിവിധ ഫൈനാൻഷ്യൽ കമ്മീഷനുകളുടെയൊക്കെ തന്നെയുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം, നമുക്ക് ഈ നാഷണൽ ഡിസാസ്റ്റർ എന്ന നിലയ്ക്ക് പരിഗണിക്കാൻ പറ്റിയില്ല എങ്കിലും കലാമിറ്റി ഓഫ് എ റെയർ സിവിയറിറ്റി എന്ന രീതിയിലത്തേക്ക് നമുക്ക് പറയാം. വലിയ ആഘാതമുണ്ടാക്കിയിട്ടുള്ള ദുരന്തങ്ങളെയെല്ലാം തന്നെ വളരെ റെയർ സിവിയറിറ്റി ഉള്ള അല്ലെങ്കിൽ വളരെ സിവിയറിറ്റി ഉള്ള റെയറായിട്ടുള്ള ഇൻസിഡൻറ്റുകൾ എന്ന രീതിയിലത്തേക്ക് അത്ര ഗ്രേവ് കോൺസിക്വൻസസ് ഉണ്ടാക്കിയിരിക്കുന്ന ഡിസാസ്റ്ററുകളെ നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് പോലും പല മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ വയനാട് ദുരന്തം ആ രീതിയിലത്തേക്ക് പരിഗണിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ അവിടെയും അതിനുള്ള സാധ്യതയില്ല. കാരണം വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഒരു ലാൻഡ് സ്ലൈഡാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ റെയർ സിവിയറിറ്റി ഉള്ള ഒരു ഡിസാസ്റ്റർ എന്ന രീതിയിലത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ ഒരു സംസ്ഥാനത്തിൻ്റെ 1/3 ജനവിഭാഗത്തെ അത് ബാധിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ ഈ ലാൻഡ് സ്ലൈഡ് ആയതുകൊണ്ട് തന്നെ അത് വയനാട്ടിലുള്ള ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമാണ് അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേരള സംസ്ഥാനത്തിലെ 1/3 ജനവിഭാഗത്തിനെ അത് ബാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. 2, നമ്മളിങ്ങനെയുള്ള പല ദുരന്തങ്ങളെയൊക്കെ തന്നെ ഈ രീതിയിലത്തേക്ക് പരിഗണിക്കുമ്പോൾ ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ടോ, എത്രത്തോളം ഇതിൻ്റെ ഈ ഒരു ഡിസാസ്റ്റർ റിക്കവറിക്ക് വേണ്ടിയിട്ട് എഫർട്ട് ആവശ്യമുണ്ട്, അതിൽ സംസ്ഥാന സർക്കാരാണ്. നമുക്കറിയാമല്ലോ, നിയമപ്രകാരം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്ത നിവാരണം എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ SDRFൽ എത്ര ഫണ്ട് ലഭ്യമാണ്, ആ ഫണ്ട് അത് ഏത് രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ട്, അത് പര്യാപ്തമാണോ, എത്രത്തോളം ചെലവാണ് അവിടെ പുനരധിവാസം അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെ മറ്റ് സഹായങ്ങളാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു വിഭാഗം 1/3 ജനവിഭാഗത്തിനെയും ബാധിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ദുരന്തത്തിനെ ഇങ്ങനെ ഒരു കലാമിറ്റി ഓഫ് എ റെയർ സിവിയറിറ്റി എന്ന രീതിയിലത്തേക്ക് പോലും ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുണ്ടായിരിക്കുന്ന വയനാട് ദുരന്തം എന്ന് പറയുന്നത് ഈ രീതിയിലത്തേക്ക് വരില്ല. ഒന്ന്, നാഷണൽ ഡിസാസ്റ്റർ എന്ന രീതിയിലത്തേക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ഒരു നിയമമില്ല. 2, ഒരു കലാമിറ്റി ഓഫ് എ റെയർ സിവിയറിറ്റി എന്ന് പറയുന്നതിലും അത് ക്വാളിഫൈഡ് ആവില്ല, കാരണം അത് കേരളത്തിലുള്ള 1/3 ജനവിഭാഗത്തിനെ ബാധിച്ചിട്ടില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് എത്രത്തോളം പണം കരുതലായിട്ടുണ്ട്,
ഇനി കൂടുതൽ പണം ആവശ്യമാണോ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ വേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ അസസ്മെൻ്റാണ്. ആ അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു എസ്റ്റിമേഷൻ ഫിഗർ എന്ന രീതിയിലത്തേക്ക് പിന്നീട് വ്യാഖ്യാനിച്ച തുകയൊക്കെ നമ്മൾ എത്രത്തോളം ബ്ലോട്ടഡ് ആയിരുന്നു എന്നുള്ളത് കണ്ടതാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊരു തുക ഉണ്ടാവുക, ആ തുക കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നു. അപ്പോൾ SDRFൽ എത്ര പണമാണുള്ളത് എന്നുള്ളത് കേന്ദ്ര സർക്കാർ നോക്കുന്നു. ഇതിന് ആനുപാതികമായിട്ടുള്ള ഫണ്ട് അവിടെ ഉണ്ട് എങ്കിൽ അഡീഷണൽ ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകില്ല. ഇത് ചട്ടമാണ്. NDRFൻ്റെ റൂളിൽ അങ്ങനെയാണ് പറയുന്നത്. 1. 2, ഇനി കൂടുതലായിട്ടുള്ള തുക, അതായത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഫണ്ടിലുള്ള പണത്തിനേക്കാൾ കൂടുതലായിട്ട് പണം ആവശ്യമുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന് ബോധിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള കണക്കുകൾ എത്തിയാൽ അവർ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടൊരു കേന്ദ്ര കമ്മിറ്റിയെ അവർ നിയോഗിക്കുന്നു. ഈ സെൻട്രൽ ടീം ഇവിടെ വിസിറ്റ് ചെയ്യുന്നു. അവർ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നു. എന്നിട്ട് അവരൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം അത് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നു. കേന്ദ്ര സർക്കാർ പിന്നീട് ഇതൊരു ഹൈപ്പവർ കമ്മിറ്റിയെ രൂപീകരിച്ച് ആ ഹൈപ്പവർ കമ്മിറ്റി ഇതിൽ തീരുമാനമെടുക്കുന്നു. എന്ന് പറയുമ്പോൾ ധനകാര്യ വിഷയങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ തീരുമാനമെടുക്കേണ്ടത് ആരൊക്കെയാണ്? അവരെല്ലാം അതിലുണ്ട്. ഇപ്പോൾ ധനമന്ത്രി, കേന്ദ്ര ധനമന്ത്രിയുണ്ട്, അതേപോലെ കേന്ദ്ര കൃഷിമന്ത്രിയുണ്ട്, പിന്നെ ഈ ഡിസാസ്റ്റർ റിലീഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെയുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇതിൻ്റെ എല്ലാ മേൽനോട്ടവും ചുമതലയും എല്ലാം തന്നെ വഹിക്കുന്നത്. ആ രീതിയിലത്തേക്കാണ് ഈ പരിപാടിയെല്ലാം തന്നെ നടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ധനുഷ് ആമുഖത്തിൽ തന്നെ പറഞ്ഞതുപോലെ 2018 കേരള ഫ്ലഡ്സ് ഉണ്ടാകുന്നു. അത് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തിനെ മാത്രം പരിമിതമായിട്ട് അത് ബാധിച്ചു, ബാക്കി എല്ലാ സ്ഥലത്തും വളരെ കൂടുതലായിട്ട് അത് ബാധിച്ചു. അപ്പോൾ ഈ പറയുന്നത് പോലെ 1/3 പോപ്പുലേഷനെ നിശ്ചയമായും അത് ബാധിച്ചിട്ടുണ്ട്, അതിന് മുകളിൽ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു കലാമിറ്റി ഓഫ് എ റയർ സിവിയറിറ്റി എന്ന രീതിയിലത്തേക്കാണ് പരിഗണിച്ചത്. ഇപ്പോൾ 2014 വിശാഖപട്ടണത്ത് ഹുഡ്ഹുഡ് ചുഴലിക്കാറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അത് വിശാഖപട്ടണം മാത്രമല്ല, അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. പക്ഷേ ആന്ധ്രാപ്രദേശിനെ മൊത്തം അത് ബാധിച്ചതാണ്. അത് ഇങ്ങനെ ക്വാളിഫൈഡ് ആയിരുന്നു. പിന്നെ നിരവധി ആൾക്കാരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഉത്തരാഖണ്ഡ് ഫ്ലഡ്സ് പോലെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഈ രീതിയിലത്തേക്ക് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടതാണ്. ഇതൊന്നും തന്നെ നാഷണൽ ഡിസാസ്റ്റർ ആയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് ഒരു വശത്ത് നിൽക്കുകയാണ്. പിന്നെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ പറയുന്നത്. ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അതെന്തൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ആണെന്നുള്ളതല്ല, അതിനുശേഷം എന്ത് എന്നുള്ളതാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ദുരന്ത നിവാരണത്തിനായിട്ട് സെൻറ്റർ കൂടുതൽ ഫണ്ട് അലൊക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഫണ്ട് ഇവിടെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയാണ് ഇപ്പോൾ SDRFലുള്ള ഫണ്ട്, അത് എങ്ങനെയാണ് വിനിയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ പ്ലാൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കേന്ദ്രം പഠിച്ചതിന് ശേഷം മാത്രമേ അഡീഷണൽ ഫണ്ട് അനുവദിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ അനുവദിക്കില്ല എന്ന് NDRF ചട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിയമമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സംസ്ഥാന സർക്കാരിന് എത്ര പൈസ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത് April 1, 2024 സംസ്ഥാന സർക്കാരിൻ്റെ SDRFലുള്ള പണത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 395 കോടി രൂപയാണ്. അപ്പോൾ അത്രയും പണം ഇവിടെ ഉണ്ട്. അതിനുശേഷം ജൂലൈ മാസത്തിലും ഈ ഒക്ടോബർ മാസത്തിലും 2 കേന്ദ്ര അലോക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. അത് അഡീഷണൽ ആയിട്ടുള്ള ഒരു 388 കോടി രൂപയാണ്. അപ്പോൾ ഈ 388 കോടി രൂപ എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരുമ്പോൾ അതിൽ സെൻറ്ററിൻ്റെ ഷെയർ ഉണ്ട്, സ്റ്റേറ്റിൻ്റെ ഷെയർ ഉണ്ട്. ഈ 388 കോടി രൂപയ്ക്കകത്തിൽ ഏതാണ്ട് 291 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ്. ബാക്കി ഏതാണ്ട് 100 കോടിക്ക് അടുത്ത് പണം കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരുമാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഈ 291 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടത് 2 ഗഡുക്കളായിട്ട് 145, 146 കോടി എന്ന രീതിയിലത്തേക്ക് കേന്ദ്ര സർക്കാർ ഒക്ടോബറോട് കൂടി കൊടുത്ത് തീർത്തിട്ടുമുണ്ട്, 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ SDRFൽ ഏതാണ്ട് 780 കോടി രൂപയുണ്ട്. ഈ പൈസ എന്തിനാണ്? ഈ പൈസ എന്ന് പറഞ്ഞാൽ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ പണം പ്രാഥമികമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത്. ഇത് റിസർവായിട്ട് പാർക്ക് ചെയ്യാനുള്ള പണമല്ല. അങ്ങനെ റിസർവായിട്ട് ഇത് പാർക്ക് ചെയ്തതിന് ശേഷം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അഡീഷണലായിട്ട് എനിക്ക് അതിൻ്റെ ആഘാതത്തിനെ മറികടക്കുന്നതിന് പണം വേണം എന്നല്ല പറയേണ്ടത്. മറിച്ച് എൻ്റെ കയ്യിൽ ഇത്രയുണ്ട്, അത് പര്യാപ്തമല്ല എങ്കിൽ അതിൽ കൂടുതലായിട്ട് വേണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടത്. ഞാൻ ചോദിക്കുന്നത് ഈ 780 കോടി ഇവിടെ ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരൊക്കെ തന്നെ പറയുന്നത് എന്താണ്? ഇത് ഞങ്ങളുടെ റെഗുലർ അലൊക്കേഷൻ അല്ലേ, വയനാടിന് വേണ്ടി തന്നതല്ലല്ലോ എന്നാണ്. വയനാടിന് വേണ്ടി തന്നതെന്നല്ല, ഇത് ദുരന്ത നിവാരണത്തിന് വേണ്ടി തരുന്നതാണ്. ദുരന്തമുണ്ടായിരിക്കുന്നത് വയനാട്ടിലാണെങ്കിൽ അത് വയനാടിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക എന്നതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ വയനാടിന് വേണ്ടിയിട്ട് എടുക്കില്ല, പകരം വയനാടിന് വേണ്ടി വേറെ വരണമെന്ന് പറഞ്ഞാൽ ഈ പൈസ പാർക്ക് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനാണോ? അങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ ഇതിനില്ല. കാരണം ഇത് സ്പെൻഡ് ചെയ്തതിൻ്റെ എല്ലാം ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ നമ്മുടെ സ്വന്തം കിറ്റിയിലുള്ള ഈ 780 കോടി രൂപ എങ്ങനെ ചെലവഴിക്കുന്നു, അത് ആർക്കാണ് എത്തിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുക. അത് പര്യാപ്തമല്ല എങ്കിൽ അത് കേന്ദ്ര സർക്കാരിനോട് പറയുക. പിന്നീട് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു ഡ്യൂ പ്രോസസ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി 2, സംസ്ഥാന സർക്കാർ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാരിച്ച ചെലവുകൾ വരുന്ന എവിടെയാണ്?
അവിടെ നിരവധി പാലങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ നിരവധി സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ പോയിട്ടുണ്ട്. അവിടെ റോഡുകൾ മൊത്തം നശിച്ചിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളൊക്കെ തന്നെ റെസ്റ്റോറേഷൻ അവിടെ ആവശ്യമാണ്. അതേപോലെ പല ബിൽഡിങ്ങുകളും ഒക്കെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പാലങ്ങൾ പോയി, റോഡുകൾ റെസ്റ്റോർ ചെയ്യണം, റീകൺസ്ട്രക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഈ NDRFൻ്റെ ഗൈഡ് ലൈനിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ദുരിതാശ്വാസ നിധിയിൽ നൽകുന്ന പണത്തിനെ ഉപയോഗിക്കാനേ പാടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ, ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ റീകൺസ്ട്രക്ഷൻ, നിങ്ങൾക്ക് പാലങ്ങളുടെ റെസ്റ്റോറേഷൻ, ഇങ്ങനത്തെ ഒരു പരിപാടിക്കും, അതായത് ഭാരിച്ച ഇത്തരത്തിലുള്ള ചെലവുകൾ വരുന്ന ഒരു കാര്യത്തിനും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെന്തിനാ? ദുരിതത്തിനുള്ള ആശ്വാസമാണ്. മറ്റുള്ള കാര്യത്തിന് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ആ ദുരിതത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ അതിന് ദുരിതത്തിന്റെ ഒരു ഭാഗമല്ലേ സാർ? ഇപ്പൊ ബെയിലി പാലം തകർന്നു പോയതും ദുരിതത്തിന്റെ ഒരു ഭാഗമാണ്. അല്ല, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതായത് ആൾക്കാർക്ക് സഹായം എത്തിക്കുക, അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ സഹായിക്കുക, ഒരു ദുരന്തമുഖത്തുള്ള ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗിക്കുക. ബാക്കി കാര്യങ്ങൾക്ക് മുഴുവൻ പ്ലാൻ ഫണ്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ്. അത് എവിടെയുള്ള ദുരിതാശ്വാസത്തിനാണെങ്കിലും പ്ലാൻ ഫണ്ടേ ഉപയോഗിക്കാൻ പറ്റൂ. പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബജറ്റ് അലോക്കേഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള റവന്യൂ ജനറേഷൻ മാർഗ്ഗങ്ങൾ വഴി കണ്ടെത്തുന്ന പണം നിങ്ങൾ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്നു, പ്ലാൻ ഫണ്ടാക്കുന്നു. ആ പ്ലാൻ ഫണ്ട് അനുസരിച്ച് നിങ്ങൾ കൺസ്ട്രക്ഷൻ നടത്തുന്നു. ഇത് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അത് എവിടെ സ്റ്റേറ്റ് റിലീഫിലാണെങ്കിലും സെൻട്രൽ റിലീഫിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് റോഡ് പണിയാനുള്ളതല്ല, ദുരിതത്തിനുള്ള ആശ്വാസമാണ്. ആ ദുരിതം അനുഭവിച്ച ആൾക്കാർക്കുള്ള ആശ്വാസമാണ്. അല്ലാതെ ആ നാടിൻ്റെ റെസ്റ്റോറേഷന് വേണ്ടിയിട്ടോ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ നിങ്ങൾ പ്ലാൻ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറേഷൻ റീകൺസ്ട്രക്ഷൻ എന്നതിനെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയനാട്ടിലേക്ക് വേണ്ടി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരുപക്ഷെ ഈ പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, ആൾക്കാർക്ക് കൊടുക്കേണ്ടുന്ന റിലീഫിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു ഗ്രാൻഡ് അലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ അത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത്. അതിന് ഉപയോഗിക്കുന്നതിന് ഈ പറയുന്ന പ്രൊജക്റ്റഡ് ഫിഗറിൽ നിന്ന് താരതമ്യേന ചെറിയ ഒരു എമൗണ്ട് വേണ്ടി വരും. അങ്ങനെ വരുന്ന എമൗണ്ട് പോലും നമുക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ SDRFിലുള്ള പണം അതിന് പര്യാപ്തമാണ്. ഞാൻ ഈ പറഞ്ഞ നിയമമാണ്, നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിനെ മറികടന്നുകൊണ്ട്. പക്ഷേ ഇതെന്തൊരു വിരോധാഭാസമാണ് സാർ ഈ നിയമം. ഈ നിയമം എന്തൊരു വിരോധാഭാസമാണ് സാർ നിയമം. കാരണം ഒരു ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാൾക്കാർക്ക് ഈ പണം ഇങ്ങനെ ചെലവഴിക്കരുത്, അതിന് ചെലവഴിക്കണമെന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ദുരിതാശ്വാസത്തിനാണ്, അതല്ല നിങ്ങളുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടല്ല ഈ പണം ഉപയോഗിക്കുന്നത്. നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഫണ്ടുകൾ വേറെ കിറ്റുകളിലാണ് വരുന്നത്, വേറെ അക്കൗണ്ട് ഹെഡുകളിലാണ് വരുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ കിഫ്ബിയിലുള്ള ഫണ്ടിനെ എടുത്തിട്ട് നമ്മൾ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് എന്ന് പറയാറുണ്ടോ? പക്ഷേ യുദ്ധകാലാടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാമല്ലോ. കാരണം ആൾക്കാർ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, അവര് ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുകയാണ്. അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അവർക്കാണ് ഇത് എത്തിക്കേണ്ടത്. ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്ന ആൾക്കാർക്ക്, ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക്, ഇവർക്ക് റേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട്, ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ദുരിതം അനുഭവിച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ള സഹായമാണ്. അല്ലാതെ നാടിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു നിർമ്മിതി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്റ്റോറേഷൻ അല്ല. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കലാമിറ്റി ഉണ്ടാകുന്നു, ആ കലാമിറ്റിയുടെ ഭാഗമായിട്ട് ഒരു സ്കൂൾ കെട്ടിടം പുതുതായിട്ട് പണിയണം, അതിന് 3 കോടി രൂപ വേണം. 3 കോടി രൂപ എന്ന് പറയുന്നത് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് വേണ്ടത്. അതെന്ത് കണക്കാണ്? അപ്പോൾ ആർക്കാണ് ഈ ദുരിതാശ്വാസം എത്തുന്നത്? ദുരിതാശ്വാസം എന്ന് പറയുന്നതിൻ്റെ ബെനിഫിഷ്യറി എപ്പോഴും ആ ദുരിതം അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരാണ്, മറ്റുള്ള ഒരു കാര്യങ്ങൾക്കുമല്ല. നിങ്ങളുടെ നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷൻ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റിൻ്റെ പ്ലാൻ ഫണ്ട് അതിലേക്ക് പോകണം. നിങ്ങളുടെ നാട്ടിലൊരു റോഡ്, ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് എത്രയോ റോഡുകൾ തകർന്നിട്ടുണ്ടല്ലേ? ഈ റോഡുകളെല്ലാം തകർന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ദുരന്തം കൊണ്ടാണോ? അല്ല. അതിൻ്റെ ഉപയോഗം കൊണ്ട് തകർന്നിരിക്കുന്നുണ്ടാകാം, അതിൻ്റെ നിർമ്മിതിയിലുള്ള അപാകം കൊണ്ട് അത് തകർന്നിട്ടുണ്ടാകാം, മഴ പോലെയുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് തകർന്നിട്ടുണ്ടാകാം. അതിനൊരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ റോഡിൽ കൂടി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെല്ലാം ദുരിതം അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അവർക്കൊരു സഹായമല്ലേ എന്ന നിലയ്ക്കല്ല അതിനെ കാണേണ്ടത്. നേരെ മറിച്ച് ഇവിടെയുള്ള ആൾക്കാർ, ഇപ്പോൾ വീട് തകർന്നിരിക്കുന്ന ആൾക്കാർ, വീട് നഷ്ടമായിരിക്കുന്ന ആൾക്കാർ, അത് ഭാഗികമായിട്ടാണെങ്കിലും പൂർണ്ണമായിട്ടാണെങ്കിലും അത് റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഈ പണം ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അതല്ലാതെ നിങ്ങളുടെ സർക്കാരിൻ്റെ നോർമലായിട്ടുള്ള ഒരു ഫണ്ടിൻ്റെ ഭാഗമായിട്ട് സർക്കാർ എവിടെയൊക്കെയാണോ ബജറ്റ് ഫണ്ട് ഉപയോഗിക്കേണ്ടത് ആ ഫണ്ട് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പണം എടുത്തു കൊടുക്കുക എന്നൊരു ഉദ്ദേശം ബൈ ഡിസൈൻ ഒരു ദുരിതാശ്വാസ ഫണ്ടിനുമില്ല. ദുരിതത്തിന് വേണ്ടിയിട്ടുള്ള ആശ്വാസം നൽകുന്നതിനുള്ള സെപ്പറേറ്റ് ഫണ്ടാണിത്. അപ്പോൾ അതിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ, മറ്റ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റികളിലേക്ക് അത് പോവുകയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ BSNLൻ്റെ ഒരു ടവർ വീണു, എന്ത് ചെയ്യും?
ആ ടവർ റീകൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് BSNL ആണ്, അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പണം കൊടുക്കണം എന്ന രീതിയിലത്തേക്കാണോ പറയുന്നത്? അഥവാ അത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ SDRFൽ നിന്ന് എടുത്തു കൊടുക്കണം എന്നാണോ പറയുന്നത്? അങ്ങനെയില്ല. അപ്പോൾ ദുരിതം അനുഭവിച്ചിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് റേഷൻ വേണമായിരിക്കും, നിങ്ങൾക്ക് വസ്ത്രം വേണം, നിങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം വേണം, നിങ്ങളുടെ വീട് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടണം, ഭാഗികമായിട്ടാണെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തണം, നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം വേണം. ഇതിനാണ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ പണം സംസ്ഥാന സർക്കാർ ഒരു റിലീഫ് മെഷറായിട്ട് നൽകുന്ന ഒരു സിസ്റ്റമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക എന്നുള്ളതല്ലാതെ നേരത്തെ ഈ പറഞ്ഞതുപോലെ പാലം തകർന്നതിനോ റോഡ് തകർന്നതിനോ കെട്ടിടം വീണതിനോ ഒന്നും തന്നെ ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് മറ്റ് പല രീതികളിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പണമുണ്ട്, അതിനെയാണ് ഉപയോഗിക്കേണ്ടത്. അത് നമ്മുടെ നാട്ടിലെ നിയമമാണ്. അപ്പോൾ അത് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരും ദുരിതമനുഭവിക്കുന്ന സ്ഥലവും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഈ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടുകളെല്ലാം തന്നെ വ്യക്തികൾക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് മാത്രമേ അതിനെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് വിവാദം ഉന്നയിക്കുന്ന കോൺഗ്രസ്സുകാർക്കറിയാം. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തരും, ഇതിങ്ങനെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനുള്ള സ്കോപ്പില്ല, എനിക്കറിയാം, കാരണം ഞാനത് മന്ത്രിയായിരിക്കെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയും. അപ്പോൾ പിന്നെ ഇല്ലാത്ത ഒരു നിയമത്തിൻ്റെ പേരിൽ നമുക്ക് പുതുതായിട്ടൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനമില്ല. പിന്നെ ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഇവിടെ ഉള്ള പണം നിങ്ങൾ ഏത് രീതിയിലത്തേക്ക് ചെലവഴിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കൃത്യമായ കണക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ശരിയായിട്ടുള്ള എസ്റ്റിമേഷൻ ഉണ്ടോ എന്നുള്ള ഒരു കാര്യത്തിലൊരു ചോദ്യമുണ്ട്. ഇത്രയും മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷവും നിങ്ങളിതിനെ കൃത്യമായി അസസ് ചെയ്തിട്ട് എത്രയാണ് ഡാമേജസ് എന്നതിൻ്റെ ഒരു ആക്യുറേറ്റ് ഫിഗറിലേക്കെങ്കിലും അല്ലെങ്കിൽ നിയർ ആക്യുറേറ്റ് ഫിഗറിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഈ പറഞ്ഞതുപോലെ റെസ്റ്റോറേഷൻ, റീകൺസ്ട്രക്ഷൻ, ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇനി എന്തൊക്കെ ചെയ്യാം, ഈ കാര്യങ്ങൾക്കൊന്നും തന്നെ ഇതിനെ ഉപയോഗിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ഫ്ലഡ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഫ്ലഡ്സ് ഉണ്ടാകുന്നു. ആ ഫ്ലഡ്സ് ഉണ്ടാകുമ്പോൾ ഇന്ന പുഴ കവിഞ്ഞൊഴുകി, അപ്പോൾ ആ പുഴയുടെ അരികിൽ ഇന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ആ ഓരത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ ആഘാതം കുറയ്ക്കാം എന്നൊരു നിർദ്ദേശമുണ്ടെങ്കിൽ അതിനുള്ള നിർമ്മിതിക്ക് പോലും നമുക്ക് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പോലും നിങ്ങളുടെ പ്ലാൻ ഫണ്ട് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ മിറ്റിഗേഷൻ്റെ ഭാഗമായിട്ടോ റെസ്റ്റോറേഷൻ്റെ, റെനോവേഷൻ്റെ, റീകൺസ്ട്രക്ഷൻ്റെ ഒന്നും ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കാൻ കഴിയില്ല. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, അത് പൂർണ്ണമായും പ്ലാൻ ഫണ്ടിൻ്റെ ഉപയോഗമാണ് അതിൽ വരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് ചിലവ്? പിന്നെ നിങ്ങളുടെ ചിലവ് എത്രയാണ്? അവിടെ ഇപ്പോൾ ഒരു 500 കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1000 കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ അഡ്രസ്സ് ചെയ്താൽ മതി. നിങ്ങൾ അവർക്ക് എത്ര പണം കൊടുക്കും? സർക്കാർ അവരുടെ ബുദ്ധിമുട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം പണം അവിടെ ചിലവാക്കും? ആ കാര്യം നോക്കിയാൽ മതി. പിന്നെ മറ്റുള്ള റിലീഫ് മെഷേഴ്സാണ് അല്ലേ, അവിടത്തേക്ക് സാധനങ്ങൾ എത്തിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ എത്ര നാളത്തേക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവരുടെ നോർമൽസിയിലേക്ക് ജീവിതം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ തൊഴിലിലേക്ക് അവർക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന്, ജീവിതമാർഗം നൽകുന്നതിനൊക്കെ തന്നെ നമ്മൾക്ക് എത്രയാണ് സമയം? 3 മാസം, 6 മാസം. ആ സമയത്തേക്ക് അവർ ക്യാമ്പുകളിൽ തുടരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നതിന്, അതിനൊക്കെയാണ് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം ഉപയോഗിക്കേണ്ടത്. അല്ലാതെ നാടിൻ്റെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കോ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അത് മാത്രം പരിഗണിച്ചാൽ തന്നെ ഈ തുക, നമ്മൾ ഈ പറഞ്ഞ പ്രൊജക്റ്റ് ചെയ്യുന്ന തുകയൊന്നും വേണ്ട, ഒരുപക്ഷെ ദുരിതാശ്വാസ നിധിയിലുള്ള തുക അതിന് പര്യാപ്തമാണ് എന്നുള്ള ഒരു ചിന്ത കേന്ദ്ര സർക്കാരിന് തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമപ്രകാരം അവർ പറഞ്ഞിരിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാരിനോടാണ്. നിയമം ഇങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് മറ്റൊരു രീതിയിലേക്ക് പെരുമാറുന്നു എന്നാണ് ചോദിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.